കണ്ടില്ലേ, സുകന്യക്ക് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സുകന്യ കാണിച്ചു കൊടുത്തിട്ടില്ല, കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ? നമുക്ക് സ്വർണ്ണമൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ. നമ്മുടെ സാഹചര്യം ശരിയില്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ നമ്മൾ റിച്ചല്ല. അമ്മൂട്ടിക്കും ഉണ്ട് കേട്ടോ, അമ്മോ മേടിക്കണം കേട്ടോ. അച്ചൂരും ഉണ്ട്. അപ്പൊ എന്താന്ന് കണ്ടേ, സുകന്യക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. സുകന്യ ഇഷ്ടാവില്ലേ? എന്തായാലും കണ്ട എന്നാ എന്താ പാമ്പ്, എന്താ കുഞ്ഞു, എന്താ ചെറിയ സൈക്കിൾ എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഞങ്ങളിപ്പോ പോയി വന്നേ ഉള്ളൂ കേട്ടോ. എന്നാ സുകന്യാണ് പറഞ്ഞ വെച്ചാൽ കാതില് കമ്മലിടാണ്ട് കിടക്കണ കാണുമ്പോ ഇത് കളറൊന്നും പോല കേട്ടോ. ഇത് 916. പിന്നെ എപ്പോഴും എനിക്ക് അവൾക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കണ്ടോ കൈച്ചെയിന്, എന്താ അത് ഞാൻ എടുപ്പോ എന്താണ്ടോ കൈച്ചെയിന് കണ്ടില്ലേ എന്താണ്ടോ ഇത് രസമുണ്ടോ? കമ്മലിട്, ഇപ്പിട്ട് കാണണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വാങ്ങാൻ ഇറങ്ങാൻ പാടൂ ചേട്ടാ. ഇത് ടാഗ് അയക്കട്ടെ, ഇരുന്നോട്ടെ, പുതിയതാന്നറിയല്ലോ. 3 പവനാട്ടോ ചേട്ടാ. എന്താ സുവന്റെ കല്യാണം ഇപ്പൊ നാളെ? സുവന്റെ കല്യാണം നാളേക്കാ. ശ്രീധരനൊക്കെ റെഡിക്ക് വെച്ചിരുന്നു. നിങ്ങളുടെ ഇങ്ങനെ ശ്രീധരനൊക്കെ പോരെ എവിടെക്കട്ടെ. അത് എന്തടാ ഇത് ഇങ്ങനെ ഇടുന്നത്? അല്ലെങ്കിൽ രാത്രി പേടിച്ചിട്ടാ കിടക്കുക. പാമ്പ് നോക്കി നോക്കുക, അല്ലെങ്കിൽ പാമ്പിൻ്റെതാണ്. ഏട്ടൻ നീ അത് പേടിയില്ലാതെ കുട്ടികൾക്ക്. അത് കുഞ്ഞൻ ഞാൻ ചെയ്തല്ലോ, കുഞ്ഞൻ ചെയ്തല്ലേ. എവിടെക്കട്ടെ എന്താ നീ ഇതിനെ കണ്ണി കൂട്ടണോ? എന്താ എങ്ങനെയുണ്ട്? രസല്ലേ? എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? അമ്മൂട്ടീന്നാ. ഇനി നമ്മുടെ അമ്മൂന് സിമ്പിളാണ് കേട്ടോ. അമ്മൂന് ഇഷ്ടമുള്ളൂ ഇതാ ഇത്ര പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മൂട്ടിക്കൊന്ന് വാങ്ങാന്ന്. അപ്പം അമ്മൂട്ടിക്ക് കടിച്ചിട്ടൊക്കെ എടുക്കണം. അപ്പം അമ്മൂട്ടി ഇടത്തെ കൈയോ വലത്തെ കയ്യിലല്ലേ ഇത്? ഏതില്? സ്വർണം കൊണ്ട് അഭിഷേകാണ്. 3 പവൻ വാങ്ങി. ആനിവേഴ്സറി ആകുമ്പോ പിന്നെ ആർക്കും സമ്മാനം കിട്ടിയില്ല, സ്വർണം വാങ്ങിയില്ല അറിയാൻ പാടില്ലല്ലോ. അമ്മൂന്റെ കൈ നോക്കി നോക്ക്, തീരെ വണ്ണല്ലാത്ത കൊണ്ട് ഊരി നോക്ക് എവിടേക്കാ പോണേന്നുള്ളത്. കണ്ടോ? ഇഷ്ടായോടി? ഇക്ക ആ കമ്മല് നല്ല ഇഷ്ടായി അല്ലേ? എന്താ അതിൻ്റെ എൻ്റെ കളർ പോട്ടെ, എന്നിട്ട് വണക്കി വാങ്ങാൻ. ഇത് കളർ മുക്കാൻ പറ്റുന്നതാ. അപ്പൊ നോക്കി കേട്ടാ ഇതിന് ബട്ടൺസ് എടുത്തോ കേട്ടോ. എന്റെ 7 ആണ്, പിന്നെ കളർ മുക്കേണ്ട ആവശ്യമില്ല. 916. ഇതാ അച്ചു കുറേ മാസങ്ങളായി പറയുന്നൊരു കാര്യമാണ് അവൾക്കൊരു പാദസരം വാങ്ങണം എന്നുള്ളത്. അമ്മൂട്ടിയെ നിന്റെ കാല് കെട്ടണ മുത്തേ. അമ്മൂട്ടിക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അച്ചുവിന്റെ കയ്യിൽ കണ്ടോ, ഇത് ഞാൻ അടിച്ചു മാറ്റും. എവിടെ ഇപ്പല്ലേ, ഇപ്പൊ വെള്ളിയുടെ വാങ്ങണേക്കാട്ടിലും എത്രയും നല്ലതാണ് ഇത്. വെള്ളിക്ക് നല്ല വിലയായി. പിന്നെ ഇപ്പൊ എന്താ നമ്മൾ പോയപ്പോ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കടയൊക്കെ തുടങ്ങിയിരിക്കുന്നത് അല്ലേ? പിന്നല്ല, നമ്മളിതിങ്ങനെ പറയണമെന്ന് മാത്രം. ചില ആൾക്കാർ പറയില്ല എന്ന് മാത്രം. പേടിച്ചിട്ട് ഇടാൻ പറ്റുമോ? കള്ളന്മാർ വന്നിട്ട് പിടിച്ചും കൊണ്ട് പോയാൽ എന്ത് ചെയ്യാ അല്ലേ? അമ്മ ഇഷ്ടമായി? സോനിക്ക് ഇഷ്ടമായിടി? കഴിച്ചേനോ? അതെ,
സന്തോഷമായിക്ക്. ഞാൻ 2-3 ദിവസമായിട്ടോ സൂനിക്ക് ഇത് വാങ്ങണം വിചാരിച്ചിട്ട് നിൽക്കണു. ഓ എവിടെ എന്താ വേണ്ട കുഞ്ഞാവേ വലിയമ്മക്ക് പേടിയാണ് കേട്ടോ. നടക്ക് വീട് തൊണ്ടിച്ചുരി എങ്ങനെയുണ്ട് ഏട്ടാ? അച്ചൂട്ടിക്ക് നല്ല രസമുണ്ടല്ലേ സൂനി ഇത് പരസ്പരം. വേണ്ട എനിക്ക് പേടിയാ ഏട്ടാ, പേടിച്ചിട്ട് കെട്ടിപ്പിടിയിലൊക്കെ. അപ്പൊ ഇതാ എങ്ങനെയുണ്ട് അമ്മു അച്ചുട്ടിക്ക്? അമ്മുട്ടിക്ക് വേണടി അതേപോലത്തെ ഒന്ന്. അമ്മുട്ടി നിനക്ക് വേണം അതേപോലത്തെ ഒന്ന്? വലുതാവട്ടെ, വലുതായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങട്ടെ ലേട്ടാ. അമ്മൂട്ടിക്ക് ഇതൊക്കെ ഇഷ്ടമായി. അമ്മൂൻ്റെ സിമ്പിളായിട്ട്. പക്ഷെ അമ്മൂൻ്റെ കയ്യില്ലേ തീരെ വണ്ണല്ല കേട്ടോ, തീരെ വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ. ഞാൻ സൂര്യക്ക് ഈ കൈ ചെയിൻ എടുത്തപ്പോ ഇല്ലേ വിചാരിച്ച് നിനക്ക് ടൈറ്റ് ആവുമെന്ന് വിചാരിച്ച്. സൂര്യന് വണ്ണല്ലേ കാണുമ്പോ വണ്ണുണ്ടോന്നാണ് അല്ലേ? കൈ സൂര്യക്ക് വയറ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. വയറ് മാത്രമേ പ്രശ്നമുള്ളൂ, കയ്യൊന്നും വണ്ണല്ലേ. കയ്യും കാലൊന്നും വണ്ണില്ല, വയറ് മാത്രമേ പ്രശ്നം. അപ്പം ഞങ്ങളിന്ന് കല്ലടിക്കോട് പോയതാണ് കേട്ടോ. കല്ലടിക്കോട് പോയിട്ട് അത് വേണ്ട നിങ്ങളിത് എവിടേക്കെങ്കിലും മുമ്പടാനാ? അന്ന് അവിടെ എടുത്ത് വെച്ചാൽ അമ്മു അങ്ങനെയാണ് കേട്ടോ. അമ്മു ഇതിൻ്റെ കളർ പോയി കഴിഞ്ഞാൽ ഒരു മുക്കിത്തരും ലേട്ടാ. ഡെയിലി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യ. കളർ പോയി കഴിഞ്ഞാൽ മുക്കാന്ന്. അച്ചു നീ അത് ഇങ്ങോട്ട് എടുത്ത് ഇതിക്കിട്. എന്താ ലേട്ടാ? വെള്ളം എന്തിനു വെള്ളം? കുങ്ക എൻ്റെ കയ്യിലേ ഇതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ മതി പറഞ്ഞിട്ട് എടുത്താണ്. എൻ്റെ കയ്യിൽ ആ എന്തിൻ്റെ ഏട്ടാ പഞ്ചലോകത്തിൻ്റെ അതിന് അച്ചു കുറച്ച് ദിവസം ഇട്ടേന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇട്ട് അച്ചുമാ അവളിത് ഇട്ടോളാൻ പറഞ്ഞിട്ട് ഊരി തന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ അമ്മുട്ടി ഇട്ടിട്ട് അമ്മു അവൾക്ക് ഇടാനാണ് പറഞ്ഞിട്ട് വേണ്ടാന്ന്. അവൾക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നും ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണ് അവള്. അയ്യോ അത് അമ്മൂന് പാദസരം എടുക്ക. ഞാനതുകൊണ്ടാണ് അമ്മൂന് പാദസരം എടുക്കാൻ ഇവിടെ കൊണ്ടുവന്നൊക്കെ അറിയാം അമ്മൂടില്ല എന്നുള്ളത്. അതായത് ചെരിച്ചിട്ടിട്ടേക്കണതേ നേരെ ഡൂട്ടി. എനിക്ക് അച്ചൂന് ഇത് പാകമുള്ളത് എനിക്ക് ടൈറ്റാണ് സൂര്യ. ഇതുപോലത്തെയാണ് സൂര്യ. അച്ചു സുകന്യേ ഞാൻ ചെറുതാവണ സമയത്ത് പറയായിരുന്നു അത്രേ, സ്വർണ്ണക്കടയുടെ മുമ്പിൽ എത്തുമ്പോഴേ എനിക്ക് മഞ്ഞപ്പാസരം വേണേ പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു അത്രേ. അപ്പോൾ ഞാൻ അമ്മൂനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് 28-ന് എൻ്റെ അമ്മായി വന്നപ്പോൾ എൻ്റെ അമ്മായി ഫസ്റ്റ് പറഞ്ഞ എന്താണെന്നറിയോ? പ്രസ്സിൻ്റെ ഇടത്തിനെ കുറച്ചൊന്നല്ല കഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റേടുക്ക് കുറച്ചൊന്നല്ല പ്രസ്സി കഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ. കണ്ടോ പ്രസ്സിയുടെ പെൺകുട്ടി പ്രസ്സിങ്ങിനെ ഇതേപോലെ കാണിക്കട്ടെ. ഞാനും മണ്ണാർക്കാടില്ലേ ടൗണിൽ ഇരുന്നിട്ട് വാശി പിടിച്ചിട്ടുണ്ട് ഇത്രടി. ഇക്കിത് വേണോ എനിക്ക് മഞ്ഞപ്പാസരം വേണോ പറഞ്ഞിട്ട്. അന്നൊന്നും സ്വർണ്ണക്കടകൾ അധികമൊന്നും ഇല്ലാത്രേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ 2 മക്കൾക്കില്ലേ, 2 മക്കൾക്കല്ല, എൻ്റെ അമ്മൂന് സ്വർണത്തിനോട് ഒരു ബ്രഹ്മവും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അവൾക്ക് ഒന്നും വേണ്ട. അവൾക്ക് ആകെ ഇങ്ങനെയാണെന്നറിയോ കുറച്ചു നേരം. അച്ഛനും മഞ്ഞ വേണ്ടല്ലേ? അച്ഛനും വേണം. അച്ഛനും അതൊക്കെ ഇഷ്ടമാണ്. അമ്മൂട്ടിക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. എന്താ അമ്മു ഒരു നോക്കുന്നുണ്ട് ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്നത്. അമ്മൂന് ഉറക്കം തന്നെ എന്താണെന്നറിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് കുട്ടിക്ക് നല്ല ഉറക്കാണ്. നമ്മുടെ കുഞ്ഞൻ വന്നിട്ടുണ്ട്. കുഞ്ഞനെ കാണണ്ടേ? ഞങ്ങൾ കൊല്ലടിക്കോട് പോയിട്ട് വരുമ്പോഴേക്കില്ലേ ഈയാമ്പാറ്റ വീട് മൊത്തം ഈയാമ്പാറ്റ നിറഞ്ഞിട്ട് എന്തോ ഈയാമ്പാറ്റയിരുന്നു പറഞ്ഞിട്ടാ. എന്താണ്? എന്നാ പോയിട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് ഒരു തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് കൊടുത്തിട്ട് വരുമോ?
അപ്പം ഇനി നമുക്ക് രാവിലെ വെച്ച മത്തൻ കറിയും അതേപോലെ തന്നെ അവിയലും മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പം ഇനി വൈകുന്നേരത്തെ സത്യം അറിയിച്ച ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. സുകന്യ കുട്ടികൾക്ക് ഇതാ ഉരുളക്കിഴങ്ങ് വറുക്കുമ്പോൾ നോക്കിയിരിക്കും. പിന്നെ അവൾ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് വറുത്ത് കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടാവാതിരിക്കാൻ വഴിയില്ലല്ലോ. അച്ചുവിനെയും കൂട്ടിയിട്ട് ഗ്യാസ് ചുക്ക് വെള്ളത്തിന് വെള്ളം വെക്കാനേ. ഇപ്പൊ രാവിലെ അല്ലേ ചായ കുടിക്കണതിന് പകരം ഈ കത്തിക്കാൻ പറ്റാണ്ട പോയത്. ലൈറ്റ് കൊണ്ട് കത്തിക്കരുത്, അത് അമർത്തിയ തന്നെ കത്തിട്ടോ. കൈ കേടരുതേ, കൈ കേടരുത് പറയാ. ലൈറ്റർ കൊണ്ടൊക്കെ കത്തിക്കാന്നാലേ. ആർക്കാ കൊങ്കൻ? കുഞ്ഞുണ്ണിക്ക് കുങ്കമാണോ? രാവിലെ കേട്ടോ കുടിക്കണാണേ നമ്മുടെ ചെറിയ ജീരകം. ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കുക, എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ ഒന്ന് തിളപ്പിക്കുക. എന്താ നാരങ്ങനീരല്ല, അതേ ഒരു സ്പൂൺ അളവിൽ ഉലുവ. നല്ലതാ സുകന്യ, നല്ലതാ പെണ്ണേ. ചേട്ടപ്പുൾക്ക് വിശ്വാസമില്ല. നമ്മുടെ ഇതാട്ടോ പെരുംജീരകല്ലേ വേണേ, ഞാൻ പെരുംജീരകം ഇടാറുണ്ട് കേട്ടോ. ഗ്യാസ് പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതല്ലേ. അയമോദകം, ഈ അയമോദകത്തിൻ്റെ ഒരു തുള്ളി അയമോദകവും ഒരു ഇഞ്ചി ഇല്ലേ, അയമോദകം കഴിഞ്ഞു. എന്തിനാ സൂര്യ ഇത്ര ചെറുതാക്കണത്? കുറച്ച് വലുതാക്കാൻ കൂടെ. ഏട്ടാ എൻ്റെ അയമോദകം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്കില്ലേ ഒരു അയമോദകം ഇടണം, ഒരു കഷ്ണം ഇഞ്ചി ഇടണം. അയമോദകം എന്തായാലും വെള്ളത്തിലിട്ട് വെക്കാനില്ല കേട്ടോ. ഇഞ്ചി ഉണ്ട്, അപ്പോൾ ഞാൻ ഇഞ്ചി ചതച്ചിടും. അയമോദകം നാളെ വാങ്ങിയിട്ട് ഇപ്പം ഇന്ന് ഒരു കുറച്ച് ഉണ്ടാകുന്നുള്ളൂ. അത് കുടിക്കുമ്പോൾ അല്ലേ അതിൻ്റെ രുചി നമുക്കത്ര പിടിക്കൊന്നുമില്ല, എന്നാലും നമ്മൾ കുടിച്ചല്ലേ പറ്റൂന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടിക്കും അല്ലേ. കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതാ അച്ചുട്ടിയേ എല്ലാവരും സൈഡായോ? സൈഡാവണ്ട വിധിച്ചു വരും കേട്ടാ. അങ്ങനെ സൈഡായ ശരിയാവില്ലല്ലോ. നീച്ചു വന്നാണി. ഇവിടെ സുകന്യ എന്താ ചെയ്യുന്നത് കാണണ്ടേ? പാത്രം കഴുകുക. ഞാൻ കുറച്ച് കഴുകി വെച്ചോട്ടോ. ഇനി അവളുടെയും കുഞ്ഞുണ്ണിയുടെയും പാത്രം ഉണ്ട് അല്ലേ. എന്നിട്ട് വേണം അവൾക്ക് പൊന്നൂസിന് കഴിക്കാൻ കൊടുക്കാൻ. ഈ ചായ കുടിച്ച പാത്രം കൂടി ഉണ്ട്. ഈ ചായ ഇനി വേണ്ടല്ലോ. പാൽച്ചായ കുടിക്കണ്ട ഏട്ടാ. പപ്പൂന് എന്നാണ് കുറേ നേരം വൈകുന്നേരത്ത് നമ്മൾ ഇവിടെ കെട്ടുന്നത് കേട്ടോ. അപ്പം അവല്ലേ അവൻ്റെ സമയമായപ്പോൾ തുടങ്ങിയതാണ്. പൂവാ പറയണ പോലെ വിളിക്കണു. ഒരാൾ മാറുമ്പോഴേക്കും ഒരാൾ. പപ്പൂന് ആരെങ്കിലൊക്കെ കൂട്ടുണ്ടാവും എപ്പോഴും. ഇന്നിപ്പോൾ അമ്മുവാണ് കേട്ടോ. അമ്മു വെള്ളം കൊടുത്തവന് അതിന്. അതാ ഇന്ന് വൈകുന്നേരത്തെ മഴ വരുന്നതിൻ്റെ മുമ്പ് പോയിട്ട് ഒരു കെട്ട് വിറക് കൊണ്ട് വന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ വിറകുകൾ അവിടെ ഇഷ്ടം നമുക്ക് കുടഞ്ഞെടുക്കാനുണ്ട്. അവൻ്റെ ചോറെടുക്കാനാ പറഞ്ഞെ. അവൻ്റെ ചോറാരും തൊടണ്ട കേട്ടോ. അത് പപ്പൂൻ്റെ മാത്രം സ്പെഷ്യൽ ചോറാണ്. അതാരും തൊടണ്ട. കണ്ടോ അവിടെ ചോറ്റും പാത്രം ഉണ്ട് അവൻ്റെ, നമ്മൾ കഴിക്കുന്നത്. അവന് കൊടുത്താണ് കേട്ടോ. അത് തട്ടിക്കളയണ്ട കേട്ടോ മുട്ടി. കളിക്കാനാടേ ആ കൊട്ട് അവനാ സൗണ്ട് കേൾക്കുമ്പോൾ കളിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ ചുരിദാറുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടോ എടുക്കണുള്ളൂ. ഇപ്പോൾ നാളൊരു പച്ച മാത്രം എടുത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ആ ഫംഗ്ഷൻ്റെ ആ സമയത്ത് നമ്മൾ എടുത്തത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം മുതൽ എനിക്ക് ഈ ഇങ്ങനത്തെ ചുരിദാറുകളോട് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടല്ലേ ഏട്ടാ. പിന്നെ നന്നായിട്ടുണ്ട് കളറ്. പിന്നെ ഇതാ കണ്ടോ ഇഷ്ടപ്പെട്ടതാ
ആർക്കും ഇഷ്ടപ്പെട്ടത് ഇതാ പിന്നെ ഒരു കമ്മൽ കണ്ടോ. കമ്മൽ പിന്നെ ഞാൻ വലിയ കമ്മൽ ഇടുന്ന പറഞ്ഞിട്ട് വലിയ കമ്മൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. കുപ്പിവെള കിളി കിളി അതാ കൂടെ അങ്ങനെ ഗിൽറ്റ് പോണേ. അപ്പൊ ഞാൻ അതിന് കയ്യിലിട്ട് ബെഡിലിട്ട് ഗിൽറ്റ് കളയല്ലേ. ഇത് മൊത്തം ഇട്ടേ മൊത്തം ഇടല്ല, ബെഡിൽ മൊത്തം ഇടല്ല, അത് പുറത്തേക്ക് അവിടെ കൊണ്ടുപോയി മൊത്തം ഗിൽറ്റ് കളയും. ഇത് അതൊക്കെ അവിടേക്ക് വിട്ടത് ഗിൽറ്റൊക്കെ മേത്ത് കൂടെ വിട്ടത്. എന്തെങ്ങനെ ഗിൽറ്റ് പോണേന്റെ അതിങ്ങനെ പോകും. അച്ഛൻ ആ ഇതെടുക്കടി വളകാപ്പിന് പോയപ്പോൾ കിട്ടിയ വളകൾ ഞങ്ങളെ അട്ടപ്പാടി വളകാപ്പിന് പോയിട്ടോ. വല്യമ്മ അവിടെ ഉണ്ട്, വല്യമ്മയുടെ മോളുടെ. അപ്പോൾ കുറേ എത്ര ഒരു തളികയിലില്ലേ, വലിയൊരു തളികയിൽ ഫുള്ള് കുപ്പിയോളം അവിടെ നിൽക്കണം കേട്ടോ. എന്താ പ്രസവത്തിന് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ചടങ്ങുകളില്ല. നമുക്ക് പോവുക, ഡ്രസ്സ് മാറ്റുക, കാല് പിടിക്കുക, ഭക്ഷണം കഴിക്കുക, അത്ര ചടങ്ങുകളേ ഉള്ളൂ. പക്ഷെ അവിടേക്ക് നല്ല ചടങ്ങുകൾ. ഇങ്ങനത്തെ എത്രയോ ഒരു ഇങ്ങനത്തെയൊക്കെ വളകളില്ലേ, അങ്ങനെ കെട്ടായി കൊണ്ടുവന്ന. സുകന്യ ഇത് കണ്ടപ്പോൾ അല്ലേ സുകന്യക്ക് നല്ല ഇഷ്ടമായിരുന്നു. സുകന്യയുടെ അടുത്ത് ഇങ്ങനത്തെ 2 ഡസൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മാറ്റി മറിച്ചൊക്കെ ഇടും. എൻ്റെ കുപ്പിയോളം ഇതാട്ടോ. ഇനി മറ്റേ ഇതിലുണ്ട്. പിന്നെ കമ്മലുകളൊക്കെ കണ്ടല്ലേ. ഇത് പഞ്ചലോകത്തിൻ്റെ കൈച്ചെയിന്. ഇത് ഇന്ന് കളർ മങ്ങിയിട്ട് വേണം കേട്ടോ അതിടാൻ. ഇതും അതും പാടെ തമ്മിലുള്ള വ്യത്യാസം നോക്കില്ലേട്ടാ. അപ്പോൾ ഇതാ വളകാപ്പിന് പോയപ്പോൾ അവിടുത്തെ ചേച്ചി തന്നതാണ്. ഞാൻ ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ പേഴ്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ കൊള്ളുന്ന വളകൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാമായിരുന്നു. ഇതാണ്ടോ. എന്നിട്ട് ഞാൻ ഒരു ഡസൻ എടുത്തു. ഇതാണ്ടോ, ഒരു ഡസൻ വളം എടുത്തേ. എത്ര വേണമെങ്കിലും എടുക്കാം. എൻ്റെ അപ്പോൾ അവർ എടുക്കൂ മോളെ എന്നീ വളം ഇടണല്ലേ, കുപ്പിവളം ഇടണല്ലേ, കൊണ്ടേക്കോ പറഞ്ഞിട്ടാ. പക്ഷെ നമ്മൾ കൊണ്ടുവന്നില്ല. ഇപ്പോൾ തോന്നുന്നു അത് അധികം ചില ആൾക്കാരൊന്നും ഇടുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കുപ്പിവളകൾ ഇടാൻ തുടങ്ങിയിരിക്കണു ചേട്ടാ. കുറേ കാണുമ്പോൾ ആദ്യം ഞാനും സുകന്യയും മാത്രമാണ് കേട്ടോ കുപ്പിവളകൾ ഇവിടെ അധികം ഇട്ടിരുന്നത്. ഇപ്പം എല്ലാവരും ഇതൊക്കെ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് ഇടാലോ പറഞ്ഞിട്ട് ഞാനങ്ങനെ എവിടെ മുഖത്ത് കുരു അമ്മയുടെ പോലെ ഒന്നും ഇല്ലല്ലോ. ഇതാ കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഇതേപോലെ 2 മാലകൾ എടുക്കും കേട്ടോ. പിന്നെ ഇതും കൂടി അമ്മയ്ക്ക് വീട്ടിലത്തെ അമ്മയ്ക്കില്ലേ, അമ്മയ്ക്കും പാടെ വാങ്ങും. അപ്പോൾ പിന്നെ മാറ്റി മറിച്ചിടും. ചിലപ്പോൾ അമ്മ ഇടുന്ന മാല എനിക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ വെച്ചാൽ ഞാനും ഇടും കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ഇറക്കുള്ള ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ സിമ്പിൾ മോഡൽ. പിന്നെ എനിക്ക് ഒരുപാട് വീതിയുള്ളതും ഇഷ്ടമല്ല. ഇതിപ്പോൾ കുറച്ച് വീതി ഉണ്ട് കേട്ടോ, ഒരുപാട് വീതി. പക്ഷെ എൻ്റെ താലിമാല പല്ലോ നന്നായിട്ട്. അമ്മൂൻ്റെ ഈ മഞ്ഞ ബനിയൻ നന്നായിട്ടില്ലേ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. നീണ്ടു വരും. അമ്മൂട്ടിക്ക് ഈ കളർ നല്ല രസമില്ലേ. അപ്പോൾ ഇനി ഇതാ കഴിഞ്ഞില്ലേ. എനിക്കിങ്ങനെ സങ്കടം വരെ കേട്ടോ. കാരണം ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ 2 മാസം ഇനി ഇവരുണ്ടായിട്ടേ ഇനി പെട്ടെന്ന് അങ്ങോട്ട് സ്കൂൾ തുറന്നിട്ട് കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു വെച്ചല്ലേ വീടോ. സത്യം ഈ 5 മാസം 5 മാസം 6 മാസം വേണം. 6 മാസം പഠിക്കുക, 6 മാസം വെറുതെ നടക്കുക. എന്ത് അടുത്ത കൊല്ലം +2 പഠിക്കണ്ടേ. അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ നോക്ക് മക്കളെ. പഠിച്ച് എവിടെയെങ്കിലൊക്കെ ഒരു ജോലി ആയി കഴിഞ്ഞു അത്യാവശ്യം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം എൻ്റെ അമ്മയല്ലേ. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് മതി എനിക്കില്ലേ ഒരുപാട് അച്ചുട്ടി ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ഉള്ളത് ഉറപ്പല്ലേ. 500 രൂപ വന്ന പോരെ. 28 എത്ര 40 രൂപ വേണം 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ത് തിന്നണ് അമ്മു കാണാനല്ലേ പോണ്. അപ്പോൾ എന്തായാലും അമ്മൂനെയും അച്ചൂനെയും ഒരു ദിവസം ഒന്ന് പുറത്തേക്ക് വിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അവരെപ്പോഴും പറയും അമ്മയ്ക്ക് ഞങ്ങളെ പേടിയാണ് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇജ്ജ് പഠിച്ചോ, നീ പഠിച്ച് ജോലി ആയിട്ട് സ്വന്തം കാലിൽ നിൽക്ക്. ഏട്ടാ മക്കളൊക്കെ
ജാതകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന്. പിന്നെ കല്യാണം കഴിക്കണ്ടേ? ആ ഇന്ന് വേണ്ട, അവള് പഠിച്ച അവളൊരു ജോലി ആവട്ടെ കേട്ടോ. കല്യാണം ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അമ്മൂട്ടി, ഞങ്ങൾക്ക് നീ ഒരു ബാധ്യതയല്ല, നിങ്ങൾ രണ്ടുപേരും കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മൂനിങ്ങനെ വർത്താനം പറഞ്ഞു കിട്ടാനൊരു കുറച്ചൊരു സമയമാണ് കേട്ടോ. അത് കഴിഞ്ഞ് വർത്താനം കൊണ്ട് പോകുമ്പോഴേക്കും നാണം വരികയൊക്കെ ചെയ്യുള്ളൂ. ഒന്നും നാണം കെടുത്തില്ല കേട്ടോ, ഒന്ന് ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ പേർക്ക് അമ്മൂട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ അമ്മൂട്ടീനെയൊക്കെ നമുക്ക് ഉഷാറാക്കി കൊണ്ടുവരാം. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് മുറുക്കം പറ.